ഹലോ, ഇന്ന് ഞാൻ എന്താ കാണിക്കാൻ പോണ അറിയില്ലേ? ഇതാണ് തിരുവല്ലോമല ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലാണ്. പക്ഷെ പാലക്കാട്ടുകാർക്ക് ഈസി ആയിട്ട് വരാം. ഞങ്ങൾക്കൊക്കെ ഇത്രയും പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം ശ്രീരാമന്റെ അടുത്ത ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, അടുത്തൊന്നുമില്ല. ഉണ്ട്, ശ്രീരാമക്ഷേത്രങ്ങളുണ്ട് വേറെയും, പക്ഷെ ഭയങ്കര പ്രശസ്തി ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതെവിടെ ഇതൊക്കെ ഉണ്ട്, ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. ദൂരത്ത് നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടേ വേണമെങ്കിൽ വിളിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇതാ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പം ഈ പടിഞ്ഞാറൻ നടയാണ് കേട്ടോ. ശ്രീരാമൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്, പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ലക്ഷ്മണൻ കിഴക്കോട്ട് തിരിഞ്ഞിട്ടും. അപ്പോൾ ഇത് സരസ്വതി സന്നിധിയാണ്, സരസ്വതി കുണ്ട് എന്ന് പറയും. ഇവിടെ ആമലക മഹർഷി എന്താണ് തപസ് ചെയ്തിരുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ അവിടെ ആ മതിലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അവിടെ അങ്ങനെ തലയൊക്കെ വെച്ചിട്ടിങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ, മുമ്പ് അമ്മയുടെയൊക്കെ കൂടെ വരുമ്പോഴേ. ഇപ്പോൾ ഇവിടെയൊക്കെ ഇത് എന്താണ് ടൈൽസൊക്കെ ഇട്ട് ബെസ്റ്റാക്കി ഉണ്ട് കേട്ടോ. സരസ്വതി കുണ്ടിൻ്റെ അവിടെയും എല്ലാവിടെയും നന്നായിട്ട് പുനരുദ്ധാരണം മാതിരി എല്ലാം നടന്നിട്ടുണ്ട്. ഇതുണ്ട് നല്ലൊരു തിരുവില്ലും കണ്ടില്ലേ, വില്ലും എന്ന് പറഞ്ഞാൽ കൂവളമാണല്ലോ, കണ്ടില്ലേ, കൂവളം കായകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്വർണ്ണ കൂവളമരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ മലയുടെ മുകളിൽ. ഇത് വലിയൊരു പാറയുടെ മുകളിലാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് അടി മുകളിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ശ്രീരാമൻ്റെ നട. ഇത് ഇവിടെ പരശുരാമനാണ് ഇത് രണ്ട് ഭഗവാനെയും വെച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഒക്കെ വിഷ്ണു ചൈതന്യമാണ്. ഇവിടുത്തെ വഴിപാട് ഇതാണ് കേട്ടോ, വഴിപാടുകൾ എല്ലാം. എത്രയാണ് എന്താണ് ഫോൺ നമ്പർ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അവർ ചെയ്യും, നമുക്ക് വരാം അങ്ങനെ. അപ്പോൾ ഇത് വിഷ്ണു ചൈതന്യമായിരുന്നു. പിന്നീട് അങ്ങനെ രാമനും ലക്ഷ്മണനുമായിട്ട് പിന്നീട് അങ്ങനെ ഇത് ആയി എന്നാണ് കേട്ടോ, പ്രശസ്തിയായി എന്നാണ്. എന്തായാലും വിഷ്ണുവാണ് ശരിക്കും, ചതുർഭുജം ഉള്ള വിഷ്ണു ആണ് രണ്ട് പ്രത്തും കേട്ടോ. അപ്പം ഇതാ നമ്മൾ പടിഞ്ഞാറ് ആ നടയിൽ കൂടെ വന്നിട്ട് കിഴക്കോട്ട് ഇറങ്ങി. ഇതാണ് ലക്ഷ്മണൻ്റെ നട. ലക്ഷ്മണൻ്റെ അവിടെ നമ്മൾ ഇങ്ങോട്ടാണ് ഇറങ്ങി വരിക. അപ്പോൾ ഇപ്പുറത്താണ് ഇതാണ് കാണുന്നതാണ് ഹനുമാന്റെ അമ്പലം. അപ്പോൾ ഹനുമാനും ശ്രീരാമനും പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടും ലക്ഷ്മണൻ കിഴക്കോട്ട് തിരിഞ്ഞിട്ടുമാണ് ഇവിടെ ഉള്ള ഇത് കേട്ടോ ദർശനം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ആ ആല് കണ്ടില്ലേ, ആ ആലിൻ്റെ അതി ഇങ്ങനെ ആ ഒരു പാത കാണില്ലേ, ആ റൂട്ടിൽ കൂടെ നമ്മൾ ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലാണ് പുനർജനി ഗുഹ അവിടെ ഉള്ളത് കേട്ടോ. ആ മലയുടെ മുകളിലാണ് ഗുഹയുള്ളത്. അപ്പം അവിടെ ഈ വൃശ്ചികത്തിലെ ഏകാദശി ദിവസം, മീൻസ് ഗുരുവായൂർ ഏകാദശി ദിവസം അവിടെ ഒരേ ഒരു ദിവസമേ അവിടെ പരിപാടി ഉണ്ടാവുള്ളൂ. ആണുങ്ങൾക്ക് മാത്രമേ കേട്ടോ അവിടെ ആ ഗുഹ നൂഴാൻ പറ്റുള്ളൂ. നൂണ് കടക്കാം. അത് എത്ര മെലിഞ്ഞവർക്കും എത്ര തടിച്ചവർക്കും പാകത്തിനാണ് ഇത്ര ഗുഹ. അങ്ങനെയൊക്കെയാണ് പറയണത്. ആണുങ്ങൾ മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല, പറഞ്ഞു കേട്ട അറിവാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്വാമിയാർ ഇരിക്കുന്നുണ്ട് ലക്ഷ്മണൻ്റെ നടയിൽ. അപ്പോൾ നമ്മൾ ഹനുമാൻ്റെ അവിടെ വടമാലയ്ക്ക് കൊടുത്തിരുന്നു. നല്ലെണ്ണയിൽ ഉഴുന്ന് വട കേട്ടോ നമ്മളുടെ. എന്തൊരു ടേസ്റ്റ് അറിയോ, നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് സ്റ്റേജ് കേട്ടോ. ഇവിടെയാണ് സംഗീത കച്ചേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ഡാൻസും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വടമാലയൊക്കെ വാങ്ങി നമ്മളിതാ ഈ വഴി വരികയാണ് കേട്ടോ. ഇവിടെയാണ് കുണ്ടിലയ്യപ്പൻ. അപ്പോൾ അപ്പോഴേക്ക് ഇവിടെ എന്താണ് ഏകാദശി ഉത്സവത്തിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഏകാദശി എന്നറിയോ, ശിവരാത്രിയുടെ തലേ ദിവസം മാർച്ച് 7-ാം തീയതിയാണ്. അപ്പോൾ അവിടെ അന്നദാനത്തിനും ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടേ ആൾക്കാർ നോട്ടീസെല്ലാം തരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി കുറച്ച് നേരം നിന്നതാണ് കേട്ടോ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഇവിടെ എന്താണ് തിരുവല്ലോമല ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണെന്നേ ഉള്ളൂ, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, പാലക്കാടിൻ്റെ. അവിടെ ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ശിവേലി കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഞാൻ നിൽക്കുന്നത് സരസ്വതി കുണ്ട് എന്ന് പറയും. ഇവിടെ എല്ലാവരും കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നില്ലേ, ഓട്ടും പുളികളെ ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഉയർച്ച വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഴാണ്ട് ഇങ്ങനെ അടുക്കി വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതാണ് ഇപ്പോൾ ഇവിടെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇതാണില്ലേ, ടൈൽസൊക്കെ ഇട്ടിട്ട് ശരിയാക്കിയിട്ടുണ്ട്. മുമ്പ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര തന്നെയായിരുന്നു ഇവിടെ. അപ്പം എല്ലാം നല്ല നവീകരണം ചെയ്തിട്ട് എത്ര നവീകരിച്ചാലും ഇവിടുത്തെ ഒരു മരത്തിന് പോലും ഒരു കുഴപ്പവും വരുത്തിയില്ല. അപ്പോൾ അത്രയും എന്താ അറിയോ, ശരിക്കും ഓക്സിജനൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വന്നിരിക്കണം പറഞ്ഞു വരിക. എന്താണ് ആലുകളാണ് കൂടുതൽ, ഏറ്റവും അതല്ലേ വേണ്ടത്. അങ്ങനെ മാവുണ്ട് അവിടെ. അപ്പോൾ അമ്പലമൊന്ന് ഞാൻ വടമാലയ്ക്ക് കൊടുത്തിരുന്നേ. അപ്പോൾ ആ വടമാല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ശരി കേട്ടോ, കാണൂ, എൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ ദർശനം നടത്തൂ കേട്ടോ. ഇനി നിങ്ങൾക്കൊരു സാധനം കാണിച്ചത്, ഇതാണ് വടമാല.
ഹനുമാന് നേദിച്ച വടമാലയാണ്. അപ്പോൾ ഇതിൽ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയതാണ്. അപ്പോൾ ഞാൻ എണ്ണീട്ടിപ്പോൾ 36 കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വഴിയിൽ കാണുന്നവർക്കൊക്കെ ഓരോന്ന് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫലം നമ്മൾ എന്ത് ചെയ്തു അല്ലേ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എനിക്കെപ്പോഴും മോഹം തോന്നാറുണ്ടേ, നമ്മൾ ഈ വഴിപാട് കഴിക്കാത്ത ദിവസം നമുക്കിങ്ങനെ ഹനുമാൻ ഇങ്ങനെ കുറേ വടമാലയിലിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് കിട്ടിയാൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു, മണം കേട്ടിട്ടേ അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ മരുന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവില്ലേ അല്ലേ, അപ്പോൾ കൊടുത്തളയാം. അപ്പോൾ ഇതാണ് കുണ്ടിലയ്യപ്പൻ്റെ ക്ഷേത്രം. അവിടെ ഇതാ കണ്ടില്ലേ, ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി താഴത്ത് പോയി കഴിഞ്ഞാൽ ആ കാണുന്ന ക്ഷേത്രമാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇത് വീതി കമ്മിയായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ അതിൽ സാരിയും ഉടുത്ത് നമ്മൾ മൊബൈലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമായിരിക്കും. വേഗത്തും അയ്യപ്പൻ്റെ അവിടെ, അയ്യപ്പൻ്റെ നടക്കിൽ നേരെ പോയിട്ട് ഇവിടെ പോകുന്നു എത്തിക്കോളും. അതുകൊണ്ട് അതിനൊന്നും ഞാൻ അങ്ങനത്തെ സാഹസത്തിനൊന്നും പോണില്ല. മോളിൽ തന്നെ കാണിച്ചു തരാം. അല്ലെങ്കിൽ മുമ്പിൽ പോയിട്ട് എടുക്കാൻ പാടില്ലല്ലോ അല്ലേ, വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ പുനരുദ്ധാരണം, അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കണ്ടേ, ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗുരുവായൂരപ്പനാല്. മുമ്പ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുന്ന് വഴിയുണ്ടായിരുന്നു എന്നും പറയണ്ടേ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂർ കാണാമായിരുന്നു ഇത്ര മുമ്പത്തെ കാലത്ത് എന്നൊക്കെ പറയുന്നു. അവിടെ നിന്നിട്ട് ഇങ്ങനെ തൊഴുകും. അത് കാണാം കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളത് ഇപ്പോൾ ആലിൻ്റെ കുട്ടിയാണ്. വലിയ ആല് 6 കൊല്ലം മുമ്പേ വലിയ ആല് വീണുപോയി. അപ്പോൾ അതിൻ്റെ കുട്ടിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്ക് ശിവേലി തുടങ്ങി. എവിടേക്കൊക്കെ പോവുക ഞാൻ ഓടിയിട്ടാണ്. അപ്പോൾ ലക്ഷ്മണനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു ശ്രീരാമൻ ഇറങ്ങി വരാൻ. അപ്പോൾ രണ്ടാളും കൂട്ടിയിട്ട് പട്ടക്കൊടയും പിടിച്ചിട്ട് മേശാന്തിമാരുടെ കയ്യിലിരുന്നിട്ട് പോവാണ് ശിവേലി കേട്ടോ. അപ്പോൾ സാധാരണ ദിവസവും കൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരുപാട് തിരക്കുണ്ടാവും. പിന്നെ വിശേഷ ദിവസമാണെങ്കിൽ ആന ഉണ്ടാവും. അങ്ങനെയാണ്. ഇതാണ് ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി എന്താണ്, വെയിലൊക്കെ നല്ലോണം മൂത്തു. ഇനി നമ്മൾ പോട്ടെ, താഴത്തിറങ്ങി പോട്ടെ. അപ്പോൾ ഇത് കുണ്ടിൽ സരസ്വതി കുണ്ട് ഞാൻ പറഞ്ഞില്ലേ, പോകുമ്പോൾ കാണിച്ചില്ലേ. അപ്പോൾ അവിടെ തൊഴുതിരുന്നില്ല. അവിടെ ശിവേലി എന്ന് പറഞ്ഞപ്പോൾ ഓടി അങ്ങടേ വേഗം പൂജ ഇതാവണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നട അടച്ചു കഴിഞ്ഞാൽ നേരം വൈകി ഓടിയതാ. പിന്നെ അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടെ തൊഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ അവിടെയുള്ള ഓട്ടുപൊളികൾ അങ്ങനെ ഇങ്ങനെ മുകളിൽ കല്ലുകളൊക്കെ എടുത്ത് മുകളിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ അതിൽ നമ്മളുടെ ദുരിതങ്ങളൊക്കെ തീരണം, പഠിത്തത്തിന്, അങ്ങനെയൊക്കെയാണ് സാധാരണ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ആൾ എന്ത് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല, എല്ലാവരും ചെയ്യുന്ന വേണ്ടി മുകളിൽ വെക്കുകയാണേ. അപ്പം ഞാൻ പറഞ്ഞു നല്ല ബുദ്ധി ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞാൽ പറയണേ. ഔട്ടർ അമ്മ പറയുക, അവൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, ഒരു സൈക്കിൾ വേണമെന്നാണ് പ്രാർത്ഥിച്ചേ. അത് നന്നായില്ലേ കാര്യം. അപ്പോൾ ഇത് തിരിച്ചു പോവുകയാണ്. ഇതാണ് ഷിർഡി ബാബയുടെ അമ്പലമാണ്. അപ്പോൾ ഈ ഓട്ടോയിൽ ഇരുന്നപ്പോൾ നേരെ എടുക്കാൻ പറ്റണില്ല. അത് പിന്നീട് ഒരു ദിവസം കാണണമെങ്കിൽ പറഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഒരു വ്യാഴാഴ്ച വന്നിട്ട്, വ്യാഴാഴ്ചയാണ് അവിടെ പ്രധാനം. ശരി കേട്ടോ, ബൈ.